الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إذ قال الحواريون يا عيسى ابن مريم هل يستطيع ربك أن ينزل علينا مائدة من السماء قال اتقوا الله إن كنتم مؤمنين. قالوا نريد أن نأكل منها وتطمئن قلوبنا ونعلم أن قد صدقتنا ونكون عليها من الشاهدين. قال عيسى ابن مريم اللهم ربنا أنزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين. قال الله إني منزلها عليكم فمن يكفر بعد منكم فإني أعذبه عذابا لا أعذبه أحدا من العالمين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശദീകരണത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ തന്നെ നിലയുറപ്പിച്ച ഹവാരികളായ ആളുകൾ ആരാണ് ഹവാരികൾ എന്നതിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. ആ ഹവാരികളായ ആളുകൾ ശിഷ്യന്മാരായ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെന്നറിയപ്പെടുന്ന ആ ശിഷ്യന്മാർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യവും അതിന് അള്ളാഹു നൽകുന്ന മറുപടിയുമാണ് സൂറത്തുൽ മാഇദയുടെ 112 മുതൽ 115 വരെയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ അധ്യായത്തിന് അഥവാ സൂറത്തിന് സൂറത്തുൽ മാഇദ എന്ന പേര് കിട്ടാൻ തന്നെയും കാരണം ഈ സംഭവം അതിൽ പ്രതിപാദിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അൽ മാഇദ എന്ന പേരിൽ ഒരു സൂറത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം. ഭക്ഷണത്തളിക എന്നതാണ് അതിന്റെ അർത്ഥം. അതിലേക്ക് സൂചിപ്പിക്കുന്ന സംഭവത്തിന്റെ കാരണത്തെ സംബന്ധിച്ചു പറയുന്ന ഏതാനും ആയത്തുകളാണ് ഇതേ പേരിലുള്ള ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതായത് റബ്ബ് പറയാണ്, ഇത് ഖാലൽ ഹവാരിയൂന, ഹവാരികൾ അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ആ ശിഷ്യന്മാർ അവര് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ സന്ദർഭം, യാ ഈസ ഇബ്നു മറിയം, അല്ലയോ ഈസ, മറിയമിന്റെ പുത്രൻ ഈസ, ഹൽ യസ്തതിഉ റബ്ബുക, നിന്റെ രക്ഷിതാവിന് സാധിക്കുമോ
അൻ യുനസ്സില അലൈനാ, ഞങ്ങൾക്ക് ഇറക്കിത്തരുവാൻ മാഇദത്തും മിനസ്സമാ, ആകാശ ലോകത്തു നിന്ന് ഒരു ഭക്ഷണത്തളിക. അതാണ് ജനങ്ങളുടെ ആവശ്യം. ആകാശത്ത് നിന്ന് ഞങ്ങൾക്കൊരു ഭക്ഷണത്തളിക, അത്ഭുതകരമായ നിലക്ക് ഒരു ഭക്ഷണം നിറച്ച സുപ്ര തളിക ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറക്കിത്തരാൻ റബ്ബിനോടൊന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇതാണ് ആ സമൂഹത്തിന്റെ ചോദ്യം, ആ ശിഷ്യന്മാരുടെ ചോദ്യം. അന്നേരം മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ഉപദേശിക്കുകയാണ്, ഖാലത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവീൻ, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിലൊരു സൂചനയുണ്ട്. മുൻഗാമികളായ സമൂഹം അവരുടെ പ്രവാചകന്മാരോട് അത്ഭുതകരങ്ങളായ ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുകയും എന്നിട്ടത് ഉണ്ടായപ്പോൾ പിന്നീട് അതിൽ വിശ്വസിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേരിൽ ആ സമൂഹത്തിന് ശിക്ഷയും അതുപോലെയുള്ള പല ഗൗരവതരമായ കാര്യങ്ങളും ഉണ്ടായതായി ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലേക്കൊക്കെ ഒരു സൂചന എന്നോണമായിരിക്കാം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കിൻ, ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുന്നതാ നല്ലത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ആ ജനത വളരെ ആഗ്രഹത്തോടുകൂടി മഹാനായ പ്രവാചകനോട് വീണ്ടും അവരുടെ അപേക്ഷ സമർപ്പിക്കുകയാണ്. ഖാലു, അവര് പറഞ്ഞു, നുരീദു, ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഈസ അൻ നഅ്കുല മിൻഹാ, അതിൽ നിന്ന് ഭക്ഷിക്കാൻ. അത്ഭുതകരമായ, ഞങ്ങൾക്ക് ഇന്ന് വരെ രുചിച്ചിട്ടില്ലാത്ത ചില പ്രത്യേകമായ വിഭവങ്ങൾ അടങ്ങുന്ന ഏറ്റവും സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം, അത് ഞങ്ങൾക്ക് ലഭിക്കാനും അതിൽ നിന്ന് ഞങ്ങൾ ഭക്ഷിക്കാനും ഉദ്ദേശിക്കുന്നു ഈസ. വതത്മഇന്ന ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കൂടുതൽ അടക്കം കിട്ടാനും. കാരണം ഒരു അത്ഭുതം കാണുമ്പോ ഈമാനുള്ള ആളുകൾക്ക് തന്നെയാണെങ്കിലും ഹൃദയത്തിന് കൂടുതൽ ഒരു ആശ്വാസം കിട്ടുമല്ലോ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, എങ്ങനെയാ റബ്ബേ നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹ് ചോദിച്ചില്ലേ, അവലം തുഅ്മിൻ, ഇബ്രാഹിം നീ വിശ്വസിക്കുന്നില്ലേ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ, റബ്ബേ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിന് ഒരു അടക്കം കിട്ടാൻ, കൂടുതൽ വിശ്വാസദാർഢ്യത ലഭിക്കാൻ. ഇവിടെ ഈ ആളുകൾ വരെ തന്നെ പറയാണ്, തത്മഇന്ന ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കൂടുതൽ ഒരു അടക്കം കിട്ടാൻ, കൂടുതൽ ദൃഢീകരണം. വനഅലമ അൻ ഖദ് സദഖതനാ, നീ ഞങ്ങളോട് സത്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി കൂടുതൽ ഗ്രഹിക്കുവാനും. വനകൂന അലൈഹാ മിനശ് ശാഹിദീൻ, ആ കാര്യത്തിന് ഞങ്ങൾക്ക് ദൃക്സാക്ഷികളാകാനും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് കിട്ടുമോ? അങ്ങനെ ഒരു ഭക്ഷണത്തളിക അത്ഭുതകരമായ നിലക്ക് വാനലോകത്ത് നിന്ന് നമുക്കിടയിലേക്കൊന്ന് ഇറക്കി കിട്ടുമോ? എന്താണ് അതിനെ സംബന്ധിച്ച് എന്ന് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിൽ വിശ്വസിച്ച ഹവാരികൾ എന്നറിയപ്പെടുന്ന, ആരാണ് ഹവാരികൾ എന്ന് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാർ എന്ന് ഇന്ന് പറയപ്പെടുന്ന, അതല്ലെങ്കിൽ ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും താങ്ങും തണലുമായി വർത്തിക്കുകയും ചെയ്ത ആ വിശ്വാസികളുടെ ചോദ്യം ഇതായിരുന്നു. ആ സമയത്ത് അവരുടെ ആഗ്രഹത്തിന് ഒരു ന്യായമായ വില കൽപ്പിച്ചുകൊണ്ട്, അഥവാ അതിനെ കൃത്യമായി തന്നെ കണക്കിലെടുത്തുകൊണ്ട് മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ഇരക്കുകയാണ്. ഖാല ഈസാ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അദ്ദേഹം ദുആ ചെയ്യുകയാണ്. കാരണം അദ്ദേഹത്തിനൊരു അത്ഭുതം കൊണ്ടുവരാൻ കഴിയൂല. അതേത് നബിയാണെങ്കിലും ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടുവരാൻ ഒരു നബിക്കും കഴിയൂല. അല്ലാഹുവാണ് അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് മഹാനായ ഈസാ അലൈഹിസ്സലാം റബ്ബിനോട് തേടുകയാണ്, അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതം മിനസ് സമാ تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين. എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന? അല്ലാഹുവേ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അൻസിൽ അലൈനാ, നീ ഞങ്ങളുടെ മേൽ ഇറക്കിത്തന്നാലും, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഇറക്കിത്തരണേ, നീ ഞങ്ങളിലേക്ക് ഇറക്കിത്തരണേ. മാഇദതം മിനസ് സമാ, ഉപരിഭാഗത്ത് നിന്ന്, മുകളിൽ നിന്ന്, വാനലോകത്ത് നിന്ന് ഒരു ഭക്ഷണം നിറച്ച തളിക, ഒരു ഭക്ഷണത്തളിക നീ ഞങ്ങൾക്ക് ഇറക്കിത്തരണമേ.
തകൂനു ലനാ, അത് ഞങ്ങൾക്കായിത്തീരും, ഈദൻ, ഒരു ഉത്സവമായി തീരും, വലിയൊരു ആഘോഷമായി തീരും, ലി അവ്വലിന, ഞങ്ങളിലെ ആദ്യത്തവർക്കും, വആഖിരിന, ഞങ്ങളിലെ അവസാനമുള്ളവർക്കും, എല്ലാവർക്കും ഒരു ആഘോഷമാകുമാറ് റബ്ബേ നീ അത് ഞങ്ങൾക്ക് ഇറക്കി തന്നാലും, ആയത്തം മിൻക, നിന്റെ അടുക്കൽ നിന്നുള്ള ഒരു അത്ഭുത ദൃഷ്ടാന്തം എന്ന നിലക്കും അല്ലാഹുവേ നീ അതൊന്ന് ഇറക്കി തരണേ. വർസുഖ്ന, നീ ഞങ്ങൾക്ക് റിസ്ക് നൽക റബ്ബേ അതിലൂടെ. വഅൻത ഖൈറുർ റാസിഖീൻ, നീ നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ, റിസ്ക് നൽകുന്നവരിൽ, ഭക്ഷണം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയുടെ ആവശ്യത്തെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥനയായിക്കൊണ്ട് സമർപ്പിക്കുകയാണ്, ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ മറുപടി, അതിന് റബ്ബിന്റെ മറുപടിയാണ് അടുത്ത വചനം. ഖാലല്ലാഹു ഇന്നി മുനസ്സിലുഹാ അലൈക്കും ഫമൻ യക്ഫുർ ബഅദു മിൻകും ഫഇന്നി ഉഅദ്ദിബുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ. ഖാലല്ലാഹ്, അല്ലാഹു തആല അറിയിച്ചു, അല്ലാഹു തആല പറഞ്ഞു, ഇന്നി മുനസ്സിലുഹാ അലൈക്കും, ഞാനത് നിങ്ങൾക്ക് ഇറക്കിത്തരാം, ഞാൻ ആ ഭക്ഷണത്തളിക നിങ്ങൾക്ക് ഇറക്കിത്തരാം. പക്ഷേ തുടർന്നുകൊണ്ട് റബ്ബ് ചില കാര്യങ്ങൾ പറഞ്ഞു. ഭക്ഷണത്തളികക്ക് ഞാൻ ഇറക്കിത്തരും, പക്ഷേ ഫമൻ യക്ഫുർ ബഅദു മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ആ ദൃഷ്ടാന്തം കണ്ടതിന്റെ ശേഷം പിന്നെയും അവിശ്വസിച്ചാൽ, ഈ ദൃഷ്ടാന്തം കണ്ണോട് കണ്ടതിന്റെ ശേഷം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നിഷേധിയായാൽ, അതിനോട് ഏതെങ്കിലും നിരക്കുള്ള ഒരു അലംഭാവനയമോ അതല്ലെങ്കിൽ ഒരു നിഷേധാത്മകമായ സമീപനമോ നിങ്ങളിൽ നിന്ന് ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ പറഞ്ഞേക്കാം, ഫഇന്നി ഉഅദ്ദിബുഹു, തീർച്ചയായും ഞാൻ അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും, അദാബൻ, ഒരു കഠിനമായ ശിക്ഷ. എങ്ങനത്തെ ശിക്ഷ? ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, ലോകരിൽ നിന്ന് ഒരാളെയും ഞാൻ അങ്ങനെ ശിക്ഷിച്ചിട്ടില്ല. അങ്ങനത്തെ കടുത്ത ശിക്ഷ കിട്ടും, അങ്ങനത്തെ കടുത്ത ശിക്ഷ കിട്ടും എന്ന താക്കീതോടുകൂടി അല്ലാഹു തആല പറയാണ്, ഞാനിത് നിങ്ങൾക്ക് ഇറക്കിത്തരാം. ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പിന്നെ മറ്റൊന്നും പറഞ്ഞില്ല, ഇറക്കിയോ ഇറക്കിയില്ല എന്നൊന്നും പറഞ്ഞില്ല. ബഹുഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നത് അള്ളാഹുവിന്റെ ഈ പ്രയോഗത്തിൽ നിന്ന് ഇറക്കിക്കൊടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എന്ന് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇമാം മുജാഹിദ് റഹിമഹുള്ളയെ പോലെയുള്ള താബിഈങ്ങളായ അതുപോലെ തന്നെയുള്ള പ്രശസ്തരായ പല പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം അവർ പറയുന്നത് തളിക ഇറക്കി കൊടുത്തില്ല എന്ന്. എന്താ കാരണം? ഈ അവസാനത്തെ കണ്ടീഷൻ കേട്ടപ്പോ ഹവാരികൾ പേടിച്ചു പോയി. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഇറക്കണം എന്നുള്ള പൂതി അവര് മനസ്സിൽ നിന്ന് ഒഴിവാക്കി. എന്താ അവസാനത്തെ കണ്ടീഷൻ? സംഗതിയൊക്കെ ഇറക്കിത്തരാം, ഇനി എങ്ങാനും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അല്പമെങ്കിലും ഒരു അനുസരണക്കേടോ അതുപോലെ തന്നെ കുഫർ ഇതിനെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞാൽ ലോകരെ ആരെയും ഇന്ന് വരെ ശിക്ഷിച്ചിട്ടില്ലാത്ത കഠിന ശിക്ഷയ്ക്ക് ഞാൻ നിങ്ങളെ വിധേയമാക്കുമെന്ന് പറഞ്ഞപ്പോ അവരെ ആഗ്രഹം ഉപേക്ഷിച്ചു എന്നും അഭിപ്രായമുണ്ട്. എന്താണ് തിട്ടമായി നമുക്ക് പറയാൻ, ഖണ്ഡിതമായി ഇറക്കിയെന്നോ ഇറക്കിയില്ലാന്നോ പറയാൻ വിശുദ്ധ ഖുർആനിൽ ഖണ്ഡിതമായ ഒരു വാചകം ഇല്ല. അതുകൊണ്ടാണല്ലോ ഖണ്ഡിതമായി പറയാത്തപ്പോഴാണ് പണ്ഡിത ലോകത്ത് എന്തുണ്ടാവുക? അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക. വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ ഖണ്ഡിതമായി പറഞ്ഞൊരു കാര്യത്തിൽ സഹാബത്തിനിടയിലോ താബിഈങ്ങൾക്കിടയിലോ ഒന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അതേവസരത്തിൽ രണ്ടിനും സാധ്യതയുള്ള പദപ്രയോഗങ്ങളാകുമ്പോ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതിനാൽ മുസ്ലിം ലോകത്ത് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പണ്ഡിത ലോകത്തും ഇങ്ങനെ ഒരു ഭക്ഷണത്തളിക ഇറക്കിയോ ഇറക്കിയില്ലേ എന്ന കാര്യത്തിൽ പക്ഷാന്തരം ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നാലും അങ്ങനെയുള്ള ഒരു അത്ഭുതകരമായ കാര്യത്തെ സംബന്ധിച്ചുള്ള പരാമർശം സൂറത്തുൽ മാഇദയിൽ അടങ്ങി. ആ മാഇദ എന്ന പേര് തന്നെയും ഈ ഹവാരികൾ ആവശ്യപ്പെട്ട ഈ അൽ മാഇദ അത് സംബന്ധമായിട്ടുള്ള കാര്യത്തിലേക്കുള്ള സൂചനയെ സംബന്ധിച്ചാണ് എന്ന് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക.
അത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായി വൃന്ദം ആവശ്യപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ആ ചരിത്ര സംഭവം കൂടി ഈ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന നിലക്ക് അത് വിശദീകരിച്ചത്. ഇനി സഹോദരന്മാരെ, അല്ലാഹു തആല മഹാനായ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച്, ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ കുതന്ത്രങ്ങൾ കുറെ പ്രയോഗിച്ചു, കുറെ കുതന്ത്രങ്ങൾ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയും ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അല്ലാഹുവാണ് തന്ത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായ നിലക്ക് തന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മഹാനായ ഈ പ്രവാചകനെതിരെ പല രൂപത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായി. നേരത്തെ സൂചിപ്പിച്ചു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധന കാലഘട്ടത്തിൽ മഹാരഥനായ പ്രവാചകൻ തൗഹീദിലേക്ക് മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. അഥവാ ശിർക്കിനെതിരെ ശക്തമായ പോരാട്ടം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മാതാവായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരും ആ നിലക്കുള്ള ഇസ്ലാമികമായ ആ ഉത്തരവാദിത്തമാണ് രണ്ടാളും നിർവഹിച്ചിട്ടുള്ളത്. അഥവാ മാതാവും അതുപോലെ തന്നെ പുത്രനും അള്ളാഹുവിലേക്കുള്ള ക്ഷണം, അഥവാ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ഞങ്ങളെ ആരാധിക്കണം എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടില്ല, ഉമ്മ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ കൃത്യമായി ആ സമൂഹത്തിന്റെ മുമ്പിൽ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ ആ സമൂഹത്തിന്, അവിടെയുള്ള യഹൂദികൾക്ക്, ജൂതന്മാർക്ക്, ശത്രുക്കൾക്ക് അത് സഹിക്കാനായില്ല. ആ ഒരു കുതന്ത്രങ്ങൾ മെനയുകയായിരുന്നു. അവര് പണ്ടേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ദുഷ്പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ജൂതന്മാർ. അവരാണ് പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജാരസന്താനമാണെന്ന്. അവരാണല്ലോ അതിന്റെ വാദക്കാർ. യഹൂദികൾ വിചാരത്തിലുണ്ടായ മോനാണെന്ന്, അതുപോലെ തന്നെ ചെപ്പടി വിദ്യക്കാരനാണ്, മാജിക്കാരനാണ്, കള്ളവാദിയാണ്, രാജ്യദ്രോഹിയാണ്, മതദ്രോഹിയാണ്, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും കലഹവും ഒക്കെ ഉണ്ടാക്കുന്നവനാണ് എന്നൊക്കെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അവർ ആരോപിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ സമൂഹത്തിന്റെ ഇടയിൽ കൃത്യമായ ആദർശം പഠിപ്പിച്ച് രഞ്ജിപ്പും ഐക്യം ഉണ്ടാക്കാൻ വന്നവരാ. പക്ഷെ അവരൊക്കെ കേൾക്കേണ്ട ഒരു പഴിയാണെന്ത്, ഭിന്നിപ്പിക്കാൻ വന്നവരാണ്, കുഴപ്പമുണ്ടാക്കാൻ വന്നവരാണ്, ഫിത്നയുണ്ടാക്കാൻ വന്നവരാണ് എന്ന്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതിൽ നിന്ന് മുക്തമായിട്ടില്ല, എതിരാളികളുടെ ആ ദുഷിച്ച പ്രചരണത്തിൽ. അങ്ങനെ ഈ പ്രവാചകവര്യന്റെ തത്വോപദേശങ്ങളിൽ ജനങ്ങൾ ആകൃഷ്ടരാകുന്നുണ്ട് എന്ന് യഹൂദികൾക്ക് മനസ്സിലായി. കാരണം വശ്യമായ പെരുമാറ്റം, ഏറ്റവും നല്ല നിലക്കുള്ള ഉപദേശങ്ങൾ, വളരെ ലളിതമായി ആദർശം സമൂഹത്തിന്റെ മുമ്പിൽ ദഅവത്ത് നടത്തുന്നു. അങ്ങനെയുള്ള മഹാരഥനായ ഈ പ്രവാചകന്റെ വ്യക്തിത്വം സമൂഹത്തിനിടയിൽ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് യഹൂദികൾക്ക് മനസ്സിലായി. അവരുടെ പൗരോഹിത്യ താല്പര്യങ്ങൾക്കും പാരമ്പര്യമായി അവര് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ദുഷിച്ച വിശ്വാസത്തിനും ആചാരങ്ങൾക്കുമൊക്കെ അത് മുഖേന കോട്ടം തട്ടും എന്ന് യഹൂദികൾക്ക് വളരെ കൃത്യമായി ബോധ്യമായി. അവർക്ക് അസൂയയും അതുപോലെ തന്നെ അവരുടേതായ സത്യത്തോടുള്ള അഹന്തയും വർദ്ധിക്കുവാൻ തുടങ്ങി. അങ്ങനെ അന്ന് രാജ്യം ഭരിച്ചിരുന്ന റോമൻ കൈസറുടെ കീഴിൽ പിലാത്തോസ് എന്ന് പറയുന്ന ഒരു രാജാവ്, ബൈബിൾ പറയുന്നത് ആ പിലാത്തോസ് എന്ന് പറയുന്ന രാജാവിന്റെ അടുക്കൽ ഇവരെല്ലാം കൂടി പോയിട്ട് മഹാനായ ഈ പ്രവാചകനെ സംബന്ധിച്ച് കുറെ അപരാധങ്ങൾ പറഞ്ഞു. അദ്ദേഹം രാജ്യദ്രോഹിയാണ്, നിങ്ങളുടെ ഭരണം കൈക്കലാക്കാൻ വേണ്ടി നടക്കുകയാണ്, ഇവിടെ അട്ടിമറി സൃഷ്ടിക്കാൻ വന്നവനാണ്, വിപ്ലവം ഉണ്ടാക്കാൻ വന്നവനാണ്, നിലക്ക് നിർത്തിക്കൊള്ളണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്, കൊന്നുകളയണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ പറയുന്ന നിലക്ക് തന്നെ പിലാത്തോസിന്റെ കോടതിയിൽ പോയി ഇവര് മൊഴി നൽകുകയാണ്. പിലാത്തോസ് അന്ന് റോമൻ ചക്രവർത്തിയുടെ കീഴിലുള്ള ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അദ്ദേഹം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു, വിചാരണ നടത്തി. പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് അയാൾക്ക് ബോധ്യായി. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജ്യദ്രോഹിയല്ല, ഫിത്നക്കാരനല്ല, കുഴപ്പക്കാരനല്ല എന്നൊക്കെ അദ്ദേഹത്തിന് ബോധ്യായി. പക്ഷെ ജനങ്ങൾ വിടുന്നില്ല. അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുമ്പോ ഒക്കെ ജനങ്ങൾ ആർത്തു വിളിച്ചു എന്നാ ബൈബിൾ പറയുന്നത്. അവനെ വിടരുത്, ക്രൂശിക്കണം, കൊന്നുകളയണം. അവസാനം പിലാത്തോസ് കൈയൊഴിഞ്ഞു എന്നാണ് ബൈബിൾ തന്നെ പറയുന്നത്. എന്താണ്? എനിക്ക് ആ രക്തത്തിൽ പങ്കില്ല, നിങ്ങൾ നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണെങ്കിൽ അതുപോലെ ചെയ്തോളൂ. അപ്പോ അവര് പറഞ്ഞു, യഹൂദികൾ പറഞ്ഞു, ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ കൊന്നുകളയണം എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കൊല്ലാൻ അധികാരമില്ലല്ലോ, നിങ്ങളുടെ കയ്യിലല്ലേ അധികാരം, ഞങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരല്ലേ, അതുകൊണ്ട് കൊല്ലണം, അതിലപ്പുറം ഒന്നും ഞങ്ങൾ സമ്മതിക്കൂല.
അങ്ങനെ എന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് യഹൂദികൾ പിലാത്തോസിന്. എന്ത്? നിങ്ങൾ ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ റോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ പോയി നിങ്ങളെ കുറിച്ച് പറയും, ഈ രാജ്യദ്രോഹിയെ ഇവിടെ തീറ്റിപ്പോറ്റുന്നതും വളർത്തുന്നതും നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾക്കെതിരെയാണ് ഇദ്ദേഹം. റോമൻ ചക്രവർത്തിയോട് ഞങ്ങൾ പോയിട്ട് പറയും, നിങ്ങൾക്ക് വരെ എതിരാണ് ഈ പിലാത്തോസ്. അങ്ങനെ അദ്ദേഹം ഭീഷണിക്ക് വഴങ്ങി. അയാൾ പറഞ്ഞു എന്നാണ്, എന്നാ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ എന്താണെങ്കിൽ ചെയ്തോളൂ, എനിക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞുവെന്നും അവസാനം ഈ പിലാത്തോസിന്റെ പടയാളികളും അതുപോലെ തന്നെ യഹൂദികളും ഒക്കെ കൂടി പന്തം കൊളുത്തിയിട്ട് രാത്രിയിൽ മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും വിശ്വാസികളും ഒക്കെ ഒളിച്ചിരിക്കുന്ന പ്രദേശത്തേക്ക് പോവുകയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ തന്നെ അനുയായി വൃന്ദത്തിൽ ഉണ്ടായിരുന്നവര് ചാരൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുവെന്നും അദ്ദേഹത്തെ കുരിശിൽ തറച്ചു, മുൾക്കിരീടം അണിയിച്ചു, കൊന്നുകളഞ്ഞു എന്നൊക്കെയാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ അങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. അങ്ങനെ കുരിശിൽ തറച്ചു, അവിടെ നിന്ന് മരണം നടന്നു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു, സ്വർഗസ്ഥനായി എന്നൊക്കെയാണ് ബൈബിളിന്റെ പ്രമേയം. അതിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഖുർആൻ പറഞ്ഞത് എത്ര സത്യം, അല്ലാഹു തആല പറഞ്ഞു അവർക്ക് തന്നെ അതിനെ സംബന്ധിച്ച് ഒരു വിവരമില്ല. പല അഭിപ്രായങ്ങളാണ് അവര് തന്നെ പറയുന്നത്. അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞു, വമാ ഖതലൂഹു, അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല, വമാ സ്വലബൂഹു, ക്രൂശിച്ചിട്ടുമില്ല, വലാകിൻ ശുബ്ബിഹ ലഹും, വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് കാര്യം അജ്ഞാതമായിരിക്കുകയാണ്, ആകെ ഇൽത്തിബാസായി, എന്താ നടന്നതെന്ന് അവർക്ക് തന്നെ അറിയൂല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് സത്യം. യഹൂദികൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഒന്നും ഇത് സംബന്ധമായി ഒരു ഖണ്ഡിതമായി പറയാനാവില്ല. അത് അള്ളാഹുവാണ് നമുക്ക് പറഞ്ഞു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ചു പറഞ്ഞു, അവർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ വമക്കറു, തന്ത്രം മെനഞ്ഞു. അല്ലാഹു പറയുന്നു വമക്കറുല്ലാഹ്, അല്ലാഹു തന്ത്രം ആവിഷ്കരിച്ചു. ആരുടെ തന്ത്രമാണ് വിജയിച്ചത്? വല്ലാഹു ഖൈറുൽ മാകിരീൻ, തന്ത്രക്കാരിൽ എല്ലാ തന്ത്രവും ഏറ്റവും നന്നായി നിർവഹിക്കുന്ന രാജാതിരാജനായ റബ്ബ് അല്ലാഹുവാണ് ഏറ്റവും അത്യുത്തമനായ തന്ത്രശാലി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്താണ് റബ്ബ് സ്വീകരിച്ച തന്ത്രം? എന്തായിരുന്നു റബ്ബ് സ്വീകരിച്ച തന്ത്രം? എന്തായിരുന്നു? ഇവർക്ക് തൊടാൻ കിട്ടിയോ? ഇവർക്ക് തൊടാൻ കിട്ടിയോ? എന്നിട്ടല്ലേ ക്രൂശിൽ തറക്കലും കൊല്ലലും ഒക്കെ? സാധിച്ചിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു പിതാവില്ലാതെ തന്നെ ഈ ഭൂമിയിലേക്ക് ജന്മം നൽകപ്പെട്ട മഹാരഥനായ ആ പ്രവാചകന്റെ അവസാന കാലഘട്ടവും അത്ഭുതകരമായ നിലക്കു തന്നെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കുകയാണ് ചെയ്തത്. അല്ലാഹു തആല പറയാണ്, എന്താണ് റബ്ബ് പ്രയോഗിച്ച തന്ത്രം? ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, إذ قال الله يا عيسى إني متوفيك ورافعك إلي ومطهرك من الذين كفروا وجاعل الذين اتبعوك فوق الذين كفروا إلى يوم القيامة ثم إلي مرجعكم فأحكم بينكم فيما كنتم فيه تختلفون. إذ قال الله، الله تعالى അറിയിച്ച സന്ദർഭം, യാ ഈസാ, ഈസാ ഇന്നി മുതവഫീക, ഞാൻ നിന്നെ പൂർണ്ണമായി പിടിച്ചെടുക്കാൻ പോവാണ്. അല്ലാഹു തആല ഈസ നബി അലൈഹിസ്സലാമിനോട് പറയാണ്, ഞാൻ നിന്നെ പൂർണ്ണമായി എന്നിലേക്ക് പിടിച്ചെടുക്കും. ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ, അതിനൊന്നുകൂടി വിശദീകരണം നൽകണം റബ്ബ്. വറാഫിഉക ഇലയ്യ, നിന്നെ ഞാൻ എന്നിലേക്ക് ഉയർത്തും, നിന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് ഉയർത്തും. വമുതഹിറുക, നിന്നെ ഞാൻ ശുദ്ധീകരിക്കുകയും ചെയ്യും. മിനല്ലദീന കഫറൂ, നിഷേധികളിൽ നിന്ന്, നിഷേധികൾക്ക് കിട്ടാതെ, നിഷേധികളുടെ അക്രമത്തിന് കിട്ടാതെ, നിഷേധികളുടെ കരത്തിൽ നിന്ന് നിന്നെ ഞാൻ ശുദ്ധീകരിക്കുകയും ചെയ്യും. വജാഇലുല്ലദീന തബഊക, നിന്നെ പിൻപറ്റിയവരെ ഞാൻ ആക്കുകയും ചെയ്യും. ഫൗഖല്ലദീന കഫറൂ, അദ്ദേഹത്തെ നിഷേധിച്ച ആളുകളെക്കാൾ ഉന്നതമായ സ്ഥാനത്ത്, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും. സുമ്മ ഇലയ്യ മർജിഉകും, പിന്നീട് നിങ്ങളുടെ എല്ലാവരുടെയും മടക്കസ്ഥലം എൻ്റെ അടുക്കലേക്കാണ്. ഫഅഹ്കുമു ബൈനകും, അന്നേരം ഞാൻ നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. ഫീമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിൽ ഭിന്നതയിലായിട്ടുണ്ടോ അതിലൊക്കെയുള്ള തീരുമാനം അന്ന് പറയും. എന്താണ് തീരുമാനം?
فأما الذين كفروا فأعذبهم عذابا شديدا في الدنيا والآخرة وما لهم من ناصرين وأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم والله لا يحب الظالمين. ആര് നിഷേധികളായിട്ടുണ്ടോ അവരെ കഠിനമായ ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും ഞാൻ ശിക്ഷിക്കും. അവർക്കൊരു സഹായികളെയും കാണില്ല. എന്നാൽ ആര് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ അവരുടെ പ്രതിഫലം ഒട്ടും കമ്മി വരുത്താതെ ഞാൻ പരിപൂർണമായി പരലോകത്ത് വെച്ച് കൊടുക്കും. അല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അക്രമികളായ ജനതയെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. ഈ ആയത്തിലൂടെ സഹോദരങ്ങളെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല സംരക്ഷണം വാഗ്ദാനം ചെയ്യാണ്. എന്താ പറയുന്നത്? ഇന്നി മുതവഫീക, നിന്നെ ഞാൻ പൂർണ്ണമായി പിടിച്ചെടുക്കും. ഇത് പറയുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലും വളരെ കൃത്യമായി തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വമാ ഖതലൂഹു യഖീനാ, വമാ ഖതലൂഹു യഖീനാ, ഉറപ്പായും അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. ഉറപ്പാണ് അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചത്? കൊന്നിട്ടില്ലെങ്കിൽ പിന്നെ അല്ലാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുന്നു, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറ്റുള്ളവരെ പോലെയുള്ള സ്വാഭാവികമായ ഒരു മരണം വരിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉടലോടെ ഈ ഭൂമിയിൽ നിന്ന് വാനലോകത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ചില ആളുകൾക്കൊന്നും അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം യുക്തിവാദികളായ ആളുകൾക്കും പല അത്ഭുതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കക്ഷികളും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വാനലോകത്തേക്ക് ഉയർത്തി എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് വിഭാഗം ആളുകൾ ഈ രംഗത്ത് സജീവമാണ്. ഒന്ന് ഖാദിയാനികളാണ്. മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനിയുടെ അനുയായികളായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോട് കൂടി അന്ത്യപ്രവാചകത്വം നടന്നിട്ടുണ്ട്, ഇനി ഒരു നബി വരാനില്ലെന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ ഖാദിയാനികൾ അതിൽ നിന്ന് പുറത്താണ്. അവർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അന്ത്യപ്രവാചകനായി അവർ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ഇനി നബിമാരുണ്ട്. അങ്ങനെ ഖാദിയാനിലെ മിർസാ ഗുലാം അഹ്മദ് എന്ന് പറയുന്നയാള്, അയാളാണ് ഇനി വരാൻ പോണ ഈസാ ഇബ്നു മറിയം. അയാളാണ് ഇനി അവസാനത്തെ ഈ നബിക്ക് ശേഷം ഇനിയും വരാനുള്ള പ്രവാചകൻ. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ വേണ്ടി കുപ്പായമിട്ട് നടക്കുകയാണ് ആര്? മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി ആ കാലത്ത്. അതുകൊണ്ട് ഖാദിയാനികൾക്ക് ഒരു നിവൃത്തിയില്ല ഈസാ നബിനെ കൊല്ലാതെ. അതുകൊണ്ട് ഈസാ നബി മരിച്ചു എന്ന് അവർക്ക് വരുത്തി തീർക്കണം. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടൊന്നുമില്ല. അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, കാശ്മീരിൽ അദ്ദേഹത്തിന്റെ ഖബറും ഉണ്ട് എന്നാണ് ഖാദിയാനികൾ വിശ്വസിക്കുന്നത്. ആരുടെ ഖബർ? ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ഇന്ത്യയിലെ കാശ്മീരിൽ ഉണ്ട് എന്നാണ് ഖാദിയാനികൾ പ്രചരിപ്പിക്കുന്നത്. ഖാദിയാനികൾക്ക് ഈസാ നബി അലൈഹിസ്സലാം മരിക്കണം, അദ്ദേഹത്തിന്റെ ഖബറൊക്കെ ഉണ്ടാക്കണം, എന്നാലേ ചുളുവിൽ ഞാനാണ് ഈസാ ഇബ്നു മറിയം എന്ന് പറഞ്ഞിട്ട് ഖാദിയാനിക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പഴച്ച വിശ്വാസത്തിന്റെ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ ഉയർത്തിയതിനെയും അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലുള്ള വരവിനെയും എന്ത് ചെയ്യുന്നുണ്ട്? നിഷേധിച്ച് തള്ളിക്കളയുന്നുണ്ട്. അവർ കാഫിറുകളാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഒരു മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരേ അല്ല. അതവസരത്തിൽ വേറൊരു വിഭാഗം ആളുകളുണ്ട്, അവര് മതയുക്തിവാദികളാണ്. അവർക്ക് പലതും ദഹിക്കൂല, മതത്വത്തെ അംഗീകരിക്കും, പക്ഷെ ദഹിക്കൂല. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടുണ്ട് തന്നെയാണ് അവരും പറയുന്നത്. വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല. പിന്നെ റാഫിഉൽ ഇലയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? റഫഅഹുല്ലാഹു ഇലൈഹി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അവര് പറയാണ് അള്ളാന്റെ അടുത്തേക്ക് ഉന്നതമായ സ്ഥാനം കൊടുത്തു എന്നാണ്. അല്ലാഹു തആല ഉന്നതമായ സ്ഥാനം ഈസാ നബിക്ക് കൊടുത്തു മരണത്തിന്റെ ശേഷം എന്നേ ഉദ്ദേശമുള്ളൂ. അത് ദുർവ്യാഖ്യാനം. കാരണം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നി മുതവഫീക വ റാഫിഉക ഇലയ്യാന, എന്നിലേക്ക് നിന്നെ ഞാൻ ഉയർത്തും, എന്നിലേക്ക് ഉയർത്തും എന്നാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ,
വമാ ഖതലൂഹു വമാ സലബൂഹു എന്നല്ലേ അല്ലാഹു പറയുന്നത്. അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടില്ല. ഈ അദ്ദേഹം എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ അതിൽ പെട്ടു. അദ്ദേഹം എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി മാത്രല്ല, അദ്ദേഹത്തിന്റെ ആത്മാവും റൂഹും ബോഡിയും അടങ്ങുന്നതിനെയാണ് അള്ളാഹു പറഞ്ഞത്. എന്ത്? കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല. പിന്നെന്താ ഉണ്ടായത്? അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തുകയാണുണ്ടായത്. അവിടെ ഹു എന്ന ലമീർ, വമാ ഖതലൂഹു ഒരു ലമീർ, വമാ സലബൂഹു ആ ഹു എന്ന ലമീറുകളൊക്കെ അറബി ലാംഗ്വേജ് ഭാഷ ഗ്രാമർ അനുസരിച്ച് അവനെ, അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അദ്ദേഹത്തെ അവർ കുരിശിൽ തറച്ചിട്ടില്ല. പിന്നെയോ റഫഅഹു അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത്. ആ മൂന്നാമത്തെ അദ്ദേഹത്തെ എന്ന് പറയുന്നിടത്ത് മാത്രം റൂഹിനെ ഉയർത്തിയെന്നാണ്, തടി പെടൂലാന്ന് എങ്ങനെ നമ്മൾ പറയാ? കാരണം മുമ്പത്തെ രണ്ട് ഹു എന്നതിലും എന്ത് പെടുന്നുണ്ട്? തടിയും പെടുന്നുണ്ട്, റൂഹും പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചവരൊക്കെ പറഞ്ഞു, മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ യാതൊരു സംശയത്തിനും ഇടയില്ല. അവർക്ക് കൊല്ലാനും കിട്ടിയിട്ടില്ല, ക്രൂശിക്കാനും കിട്ടിയിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാഭാവിക മരണവും വരിച്ചിട്ടില്ല. അള്ളാഹു അള്ളാഹുവിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിനെ. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. നമ്മൾ അത് അടിയുറച്ച് വിശ്വസിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും വാനലോകത്ത് എവിടെയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, നമുക്കറിയുകയുമില്ല. എവിടെയാണെന്നറിയില്ല, പക്ഷേ ഇന്നും ഹയ്യ, ജീവിച്ചിരിക്കുകയാണ്. ആര്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും, എവിടെ പോയി ജീവിച്ചിരിക്കണേ, വാനലോകത്ത് ഏത് ഭാഗത്താ, എങ്ങനെയാ അദ്ദേഹം കഴിച്ചുകൂട്ടനുണ്ടാവുക, എങ്ങനെയായിരിക്കും ഇപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം? നമ്മൾ അതൊന്നും ആലോചിച്ച് തല പുണ്ണാക്കേണ്ടുന്ന ഒരു കാര്യവുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഭൂമിയിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത്. ഇവിടെ ജീവിക്കാൻ ഭക്ഷണം വേണം, വെള്ളം വേണം, വായു വേണം, സംവിധാനങ്ങൾ വേണം. ഇതൊന്നും ഇല്ലാതെ ഒരാളെ മറ്റൊരു ലോകത്ത് ജീവിപ്പിക്കാൻ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം സാധിക്കും. മാത്രല്ല, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം തന്നെ അത്ഭുതകരമാണ്. അത്ഭുതകരമായ നിലക്ക് ജനിച്ച ആ മഹാരഥനായ പ്രവാചകന്റെ അവസാന കാലഘട്ടം മറ്റൊരു പ്രത്യേകമായ ലോകത്ത് റബ്ബിന്റെ പ്രത്യേകമായ സംരക്ഷണയിൽ കഴിച്ചുകൂട്ടുന്നു എന്ന് വിശ്വസിക്കാൻ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിഷമവും നമുക്കില്ല. അതാണ് നമ്മുടെ ഈമാൻ. കാരണം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവനാണ് അറിയിച്ചത്, എന്നിലേക്ക് ഉയർത്തും, നിന്നെ എന്നിലേക്ക് ഉയർത്തും. ചില ആളുകൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് പദവി ഉയർത്തിയതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ റൂഹ് ഉയർത്തിയതിനെ കുറിച്ചാണ്. എന്നാൽ സുഹൃത്തുക്കളെ, അതിൽ എന്തത്ര പുതുമുള്ളത്? മരിച്ചു പോകുന്ന എല്ലാ സാധാരണക്കാരുടെയും റൂഹ് ഉയർത്തപ്പെടുന്നല്ലേ? അപ്പൊ റൂഹിനെ ഉയർത്തിയെന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് യോജിക്കുകയില്ല. എന്തിനാണ് ഇങ്ങനെ പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ഈസാ നബി മരിച്ചുപോയിന്നും ഇനി അവസാന കാലത്ത് ഈസാ നബി വരൂലാന്നും ഒക്കെ ആളുകൾ വാദിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരൊറ്റ കാരണമേയുള്ളൂ, അള്ളാഹുവിന്റെ തൗഫീക്ക് കിട്ടിയില്ല. റബ്ബ് വിശ്വസിക്കാൻ പറഞ്ഞത് കൃത്യമായി വിശ്വസിക്കാനുള്ള തൗഫീക്ക് പലർക്കും നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ആർക്കും അങ്ങനെ സംഭവിക്കാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല, മഹാനായ ഈ പ്രവാചകൻ ഇനി അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വരും എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. പുതിയ ഒരു നബിയായിട്ടല്ല, പുതിയ ഒരു ശരീഅത്തും നബിയുമായിട്ടല്ല. ഇനി ഒരു നബി ലോകത്തേക്ക് വരാനുമില്ല. മറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് പൂർത്തിയാക്കി പോയ ആ ഇസ്ലാമിക ശരീഅത്തിന്റെ തന്നെ പ്രചാരകനും പ്രബോധകനും അനുസരണയുള്ള ഒരു ശിഷ്യനുമായി കൊണ്ട് അവസാന കാലഘട്ടത്തിൽ എൻസിലു അലൈക്കും ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർ ആ ഹദീസ് ഒക്കെ തള്ളുകയാണ്. അവർ പറയുന്നത് അതൊന്നും ഒരു ഉറപ്പുള്ള ഹദീസല്ല. ഇനി അവർക്ക് ഏത് കാലത്താ ഉറപ്പ് വരിക അല്ലാഹു അലം. 70-ൽ പരം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട് സുഹൃത്തുക്കൾ. 70-ൽ പരം ഹദീസുകൾ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്ന സ്ഥലം വരെ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങുന്ന സ്ഥലം എവിടെയാണ്, ഈ ലോകത്തിന്റെ ഏത് ഭാഗത്താണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങിയ, എങ്ങനെയാണ് ഇറങ്ങിയ, അന്ന് അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള ഡ്രസ്സിന്റെ കളർ എന്തായിരിക്കും, മുടിയുടെ ആ പ്രത്യേകത എന്തായിരിക്കും, ഇറങ്ങി വരുന്ന ടൈം ഏതായിരിക്കും,
ഓരോ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി സഹീഹായ ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, വളരെ കൃത്യമായി. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് ചെയ്യാനുള്ള ദൗത്യങ്ങൾ എന്തൊക്കെയാണ് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടു. കുരിശ് തകർക്കും, പന്നികളെ കൊന്നുകളയും, അതുപോലെ തന്നെയുള്ള ധാരാളക്കണക്കിന് ദൗത്യങ്ങൾ മഹാനായ പ്രവാചകനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശദമായി പറയേണ്ടുന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളെ, അത് ഞാൻ ഇപ്പോൾ അതിലേക്ക് ആവർത്തിക്കുന്നില്ല. നമ്മൾ പരലോക വിശ്വാസം ഒരു സമഗ്ര പഠനം എന്ന നമ്മുടെ വിശദമായ 180ഓളം സീഡികൾ അടങ്ങുന്ന ആ പ്രഭാഷണത്തിന്റെ സീഡികളിൽ 36ാമത്തെ പ്രഭാഷണം മുതൽ ഏതാനും പ്രഭാഷണങ്ങളിൽ മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അന്തിമ കാലഘട്ടത്തിലുള്ള ഇറക്കത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ CD ഇതിന്റേതായ MP3 ഒക്കെ പുറത്തിറങ്ങുമ്പോ ആ ഭാഗം ഇതിലേക്ക് എഡിറ്റ് ചെയ്ത് ഇതിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത് വളരെ വിശദമായി തന്നെ സഹോദരങ്ങളെ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് അതിലൂടെ തന്നെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും സുഹൃത്തുക്കളെ.